പേരമ്മയുടെ മാതൃസഹജമായ വാത്സല്യവും ശിക്ഷണവും ഏറ്റുവാങ്ങി അന്നക്കുട്ടി ഒരു യുവതിയായി വളർന്നു. പ്രകൃതിനാഥൻ അവൾക്ക് സമൃദ്ധമായി നൽകിയിരുന്ന സൗകുമാര്യം 10 മടങ്ങ് വർദ്ധിച്ചു. ഒറ്റ നോട്ടത്തിൽ ആരെയും വശീകരിക്കുന്ന രൂപലാവണ്യം, തങ്കത്തിന് തിളക്കമെന്ന പോലെ വിനയം, സ്നേഹാർദ്രത, അഗാധമായ ദൈവഭക്തി മുതലായ ആന്തരിക ഗുണങ്ങൾ കൂടെ ചേർന്നപ്പോൾ അത്യന്തം ഹൃദയഹാരിയായ ഒരു ആകർഷകത്വം അവളിൽ നിറഞ്ഞു നിന്നു. വിലയേറിയ വസ്ത്രവും സ്വർണ്ണാഭരണങ്ങളും അണിയിച്ച് അന്നക്കുട്ടിയെ കൂടുതൽ മനോഹരിയാക്കാൻ പേരമ്മ നിർബന്ധം പിടിച്ചെങ്കിലും അന്നക്കുട്ടിക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. 13 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അന്നക്കുട്ടി എന്ന കൊച്ചു സുന്ദരി പലരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു. നാട്ടുനടപ്പുള്ള സ്ത്രീധനവും ആഭരണവും ഉപേക്ഷിച്ചു പോലും അവളെ വിവാഹം ചെയ്യാൻ സൗന്ദര്യാരാധകരായ പലരും മുന്നോട്ട് വന്നു. ഒരു ഉത്തമ കുടുംബിനിക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകി പേരമ്മ അവളെ വളർത്തി വരികയുമായിരുന്നു. എല്ലാം കൊണ്ടും യോഗ്യനായ ഒരു യുവാവുമായുള്ള വിവാഹ നിശ്ചയത്തിനായി പേരമ്മ ഒരുങ്ങി. എന്നാൽ ചെറുപ്രായത്തിലെ തന്നെ യേശുനാഥനെ തന്റെ ആത്മമണവാളനായി സ്വീകരിച്ച അന്നക്കുട്ടിക്ക് ഇത് ഹൃദയഭേദകമായിരുന്നു. ഇടക്കാരൻ ചെന്ന് ആ വാഴപ്പള്ളിക്കാരുടെ ഇവിടെ വരെ ഒന്ന് വരാൻ പറ. ഉടനെ നമുക്ക് നടത്താം. എന്റെ ഈശോയെ, എന്നെ രക്ഷിക്കണേ ഈശോയെ. ഈ കല്യാണാലോചനകളൊന്നും നടക്കല്ലേ ഈശോയെ. എന്തു പറ്റിയടി? എന്തു പറ്റിയെന്നാ ചോദിച്ചത്? എന്റെ പേരമ്മേ, എനിക്ക് കല്യാണം ആലോചിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത്? തള്ളയില്ലാത്ത കൊച്ച. എത്രയും വേഗം ഒരുത്തനെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഭരിക്കാൻ. എന്റെ പാറേ മാതാവേ, എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി കൊടുക്കണേ. എനിക്ക് ഇഷ്ടമല്ല കല്യാണം. തർക്കത്തരം പറയുന്നോടി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. നീ അങ്ങ് അനുസരിച്ചാ മതി. എന്റെ ഈശോയെ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കാതെ. എത്ര കാലം ഇതിനൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഒരു മഠത്തിൽ നിന്ന് പോലും എന്നെ ആരും തിരക്കി വരുന്നില്ല. ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചെന്നെന്റെ ആഗ്രഹം പറയാൻ എന്റെ പേരമ്മ എന്നെ അനുവദിക്കുന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? നീയല്ലേ എന്റെ മണവാളൻ. നീയല്ലാതെ എനിക്ക് ആരെയും വേണ്ട. എടി അന്നക്കുട്ടി, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ആരെയാടി നീ കണ്ടുവച്ചിരിക്കുന്നത്? ആരാടി നിന്റെ മണവാളൻ? എടി പറയാനാ പറഞ്ഞത്. കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ വളർത്തി. ഇപ്പൊ അവക്ക് മണവാളനുമായി. അമ്മയില്ലാത്ത കുഞ്ഞിനെ കാക്കയ്ക്കും മരുന്നിനും കൊടുക്കാതെ വളർത്തിയതിന്റെ ശിക്ഷ. ഊരടി എന്റെ മാലയമ്മളയല്ല. ദൈവപുത്രനോടുള്ള ക്രൂശിതനോടുള്ള അഗാധ പ്രണയത്തിൽ ആമഗ്നിയായ അന്നക്കുട്ടി ലൗകിക മോഹങ്ങളെല്ലാം പ്രഭാത സൂര്യന്റെ വരവിൽ ഉരുകിത്തീരുന്ന ഹിമഗണം പോലെ ക്ഷണികമായി കണക്കാക്കി. ബാഹ്യ സൗന്ദര്യത്തിലല്ല, സ്നേഹത്തിന്റെ സൗന്ദര്യം പകരുന്ന ക്രൂശിതനിലായിരുന്നു അവളുടെ മനസ്സും ഹൃദയവും ഇഴുകിച്ചേർന്നിരുന്നത്. ആ ദിവ്യ സ്നേഹപ്രവാഹം വിവിധ ആന്തരിക ഗുണങ്ങളാൽ അവളിലെ ദൈവഛായയെ കൂടുതൽ ദീപ്തവും തെളിമയുള്ളതുമാക്കി. പ്രിയ കുഞ്ഞുങ്ങളെ, വിശേഷാവസരങ്ങൾക്കൊത്ത് വിലപിടിച്ച മോടിയായ വസ്ത്രങ്ങളാലും ചമയങ്ങളാലും സ്വയം അലങ്കരിക്കുമ്പോഴും ഈ വചനം ഓർമ്മിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. വസ്ത്രത്തെക്കാൾ പ്രധാനം ശരീരമെങ്കിൽ ജീവനറ്റാൽ പുഴുവായി തീരാവുന്ന ശരീരത്തെക്കാൾ അമൂല്യമായത് നമ്മുടെ ആത്മാവാണെന്ന് മറക്കാതിരിക്കാം. ആത്മാവ് കൂടുതൽ മിഴിവുള്ളതാകണമെങ്കിൽ ശരീരം അടക്കത്തിന്റെയും ഒതുക്കത്തിന്റെയും ഭാഷ പഠിക്കണം. മനസ്സ് ശരീരത്തിന്റെ ക്ഷണികാഭിലാഷങ്ങൾക്ക് കീഴ്പ്പെടാതെ ആത്മസംവേദനത്തിൽ കേന്ദ്രീകരിക്കണം. ഹൃദയം ഉണ്മയായ ദൈവത്തെ സ്നേഹിക്കണം. വിശുദ്ധ മരിയ ഗൊരേത്തിയെ പോലെ ജഡത്തിന്റെ അഭിലാഷങ്ങളെ ആത്മാവിനാൽ നിഹനിച്ച് വിശുദ്ധിയിൽ വളരാൻ വിശുദ്ധ അൽഫോൻസയുടെ സംരക്ഷണത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ജഡികാഭിലാഷങ്ങൾ കടിപ്പെട്ട് ശരീരത്തെയും ആത്മാവിനെയും മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യ മക്കളെയും ദൈവകരുണയ്ക്ക് സമർപ്പിച്ച് കുരിശിന്റെ വഴിയുടെ 10-ാം സ്ഥലം ധ്യാനിച്ച് നമുക്ക് ഇന്നേ ദിനം പ്രാർത്ഥിക്കാം.